വെറുമൊരു ലോൺ പ്ലെയർ, അതും സൈഡ് ബെഞ്ചിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്ലെയർ. ഈ താരത്തിന്റെ വരവ് കൊണ്ട് എന്തു മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയവരായിരിക്കും നമ്മളിൽ പലരും. ഗോകുലം കേരള, പഞ്ചാബ് FC എന്നിവരോടൊപ്പം ലീഗ് ചാമ്പ്യന്മാരായതും ഡ്യൂറന്റ് കപ്പ് നേടിയതും ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിലും ഒരു യുവതാരം ആയതിനാൽ തന്നെ അത്ര വലിയ അവസരങ്ങളൊന്നും അയാൾക്ക് അവിടെ ലഭിച്ചിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിലും ഒരു സാധാരണ ബെഞ്ച് പ്ലെയർ മാത്രമായി തുടരുമെന്നും സീസണിന്റെ അവസാനത്തോടെ പേരന്റ് ക്ലബിലേക്ക് തന്നെ അയാൾ തിരിച്ചു പോകുമെന്നുമാണ് മിക്ക ആരാധകരും ചിന്തിച്ചതും പ്രതീക്ഷിച്ചതും. ബ്ലാസ്റ്റേഴ്സിനായി ഡ്യൂറന്റ് കപ്പിലൂടെയാണ് നയോച്ച സിംഗിന്റെ അരങ്ങേറ്റം. ഡ്യൂറന്റ് കപ്പിൽ അത്ര വലിയ മികവാർന്ന പ്രകടനമൊന്നും പുറത്തെടുക്കാൻ താരത്തിന് കഴിയാതെ വന്നപ്പോൾ മുൻവിധികൾ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചതും. ഡ്യൂറന്റ് കപ്പിന് ശേഷം ISLന്റെ 10ാം സീസൺ ആരംഭിച്ചു. ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സൈഡ് ബെഞ്ചിലായിരുന്നു നയോച്ചയുടെ സ്ഥാനവും. എന്നാൽ 3ാം മത്സരത്തോടെയാണ് ഇതുവരെയുള്ള കഥകൾക്കെല്ലാം മാറ്റം സംഭവിച്ചു തുടങ്ങുന്നത്. മുംബൈ സിറ്റി FCക്കെതിരായ 3ാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്കായ ഐബൻ ഡോളിങ്ങിന് പരിക്ക് മൂലം സീസൺ മുഴുവനായി നഷ്ടമാകുന്നു. ഈ ഒരു മത്സരത്തിന് ശേഷമാണ് നയോച്ച സിംഗിന്റെ പേര് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11കളിൽ വന്നു തുടങ്ങുന്നത്. പക്ഷേ അതുവരെ കണ്ട നയോച്ചയായിരുന്നില്ല തുടർന്നുള്ള മത്സരങ്ങളിൽ കാണാനിടയായത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ശ്രദ്ധയാർന്ന പ്രകടനം കാഴ്ചവെച്ച് നയോച്ച സിംഗ് ആരാധക പിന്തുണ പിടിച്ചുപറ്റി. ആ പ്രകടനത്തിന് സ്ഥിരതയും കൈവന്നതോടെ ആദ്യ 11കളിൽ നിന്നും ഒഴിച്ചുമാറാനാവാത്ത താരമായി അയാൾ മാറുകയും ചെയ്തു. തകർന്നുപോയി എന്ന് കരുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതുവിങ്ങിലെ കോട്ട അയാൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അന്ന് അയാൾ ഈ ടീമിലേക്ക് കടന്നു വരുമ്പോൾ തിരിച്ചുപോക്ക് ഉറപ്പിച്ചവരെല്ലാം അയാളെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി. ഇതുവരെയുള്ള തന്റെ കരിയറിൽ ലോണിൽ കളിച്ച ക്ലബ്ബുകളിൽ നിന്നെല്ലാം സീസണിന്റെ അവസാനത്തോടെ തന്റെ പേരന്റ് ക്ലബിലേക്ക് മടങ്ങിപ്പോവേണ്ടി വന്നിരുന്ന ആ താരത്തിന് ഇപ്രാവശ്യം തന്റെ ലോൺ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് 1 വർഷത്തെ പെർമനന്റ് ഡീൽ ഓഫർ ചെയ്യുന്നു. ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ അയാൾ ഇവിടെ തുടരുകയും ചെയ്യുന്നു. അതെ, നയോച്ച സിംഗ് ഇനി ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം.